ഹലോ ഗൈസ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ പുൽത്തകിടി എങ്ങനെ വിരിക്കാമെന്നുള്ളൊരു ഐഡിയ നമ്മളിതൊരു യൂട്യൂബ് ചാനൽ കണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്തതാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഗൈസ്, നമ്മൾ പുല്ല് നടാൻ പോകുന്നത് നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു കോർണറിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ഇതുപോലെ നന്നായിട്ട് ഒരേ ലെവലിൽ മണ്ണ് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഇളക്കിയ മണ്ണിലോട്ട് നമ്മൾ കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജൈവവളം, പിന്നെ കുറച്ച് ജിയോ ഗ്രീൻ, അതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് ഈ കാണുന്ന പെൽഗ്രാസാണ് കേട്ടോ നമ്മളിപ്പോൾ പിടിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതേതുപോലെ നമ്മൾ ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിതെന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വളമിട്ട് നമ്മൾ നന്നാക്കിയെടുത്ത ഈ മണ്ണിലോട്ട് നമ്മൾ ഈ പേൾഗ്രാസ് വെച്ച് കൊടുത്തു മുകളിലായിട്ട്. അതിനുശേഷം നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ലൊരു ഇഷ്ടിക എടുത്തിട്ട് അതിന് ചുറ്റും തുണി കൊണ്ട് മൂടി അതിനുശേഷം നമ്മളിതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കേട്ടോ. മണ്ണിലോട്ട് അമരാനായിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഈ പുല്ല് പിടിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 രീതിയിൽ നടാം കേട്ടോ. ചില ആൾക്കാർ പറിച്ച് നടുന്നത് കാണാം, ചില ആൾക്കാർ ഇങ്ങനെ ഷീറ്റായിട്ട് വിരിക്കുന്നതും കാണാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ഇവിടെ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് സ്ഥലം കൂടെ ചെയ്യാനുണ്ട്. അങ്ങനെ ഗൈസ്, നമ്മൾ നമ്മുടെ പുൽത്തകിടിയൊക്കെ നട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡെയിലി വെള്ളമൊക്കെ ഒഴിക്കും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ കാണുന്നതാണ് കേട്ടോ. എങ്ങനെയുണ്ട്? കുറച്ചൊക്കെ കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഈ കോർണർ നല്ല വെയിലടിക്കുന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ കരിഞ്ഞതെന്ന് അറിയില്ലേ. ഇനി ഇതിനെന്തെങ്കിലും പോംവഴികളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഗൈസ്.